ഇത് ഇതൊരു കഥയാണ്. കഥയിലൂടെ കാര്യം പറയുകയാണ്. ഇത്തരത്തിലുള്ള കഥകൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പലരോടും പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മുഴുവനായിട്ടും കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള കാര്യമാണ് ഉപദേശം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കഥയിൽ തുടങ്ങുകയാണ്. താൻ തുടങ്ങിയ കടയുടെ മുന്നിൽ യുവാവ് ബോർഡ് തൂക്കി. സാമ്പ്രാണിത്തിരികൾ ഇവിടെ ലഭിക്കും. കച്ചവടം പെട്ടെന്ന് വളർന്നു. അതിനിടയിൽ കടയിൽ വന്ന ഒരാൾ പറഞ്ഞു, ബോർഡിൽ എന്തിനാണ് സാമ്പ്രാണി എന്നെഴുതിയിരിക്കുന്നത്? മണം കിട്ടുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇത് സാധാരണ തിരിയല്ലെന്ന്. അതിൽ ശരിയുണ്ടെന്ന് തോന്നിയ യുവാവ് ബോർഡ് തിരുത്തി. തിരികൾ ഇവിടെ ലഭിക്കും എന്നാക്കി. പിറ്റേന്ന് മറ്റൊരാൾ ചോദിച്ചു, എന്തിനാണ് ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത്? അയാൾ വീണ്ടും തിരുത്തി. തിരികൾ ലഭിക്കും എന്നാക്കി. അടുത്തയാൾ പറഞ്ഞു, ലഭിക്കും എന്നതിൻ്റെ ആവശ്യമില്ല, അത് കാണുന്നവർക്ക് മനസ്സിലാകുമല്ലോ. പിന്നീടെത്തിയ അയാൾ പറഞ്ഞു, കട കാണുമ്പോഴേ തിരിക്കടയാണെന്ന് അറിയാം, പിന്നെ എന്തിനാണ് തിരികൾ എന്ന് എഴുതിയിരിക്കുന്നത്? യുവാവ് ബോർഡ് എടുത്ത് മാറ്റി. കച്ചവടം തകർന്നു. കടയിൽ വന്ന സഹപാഠിയോട് ദുരവസ്ഥ പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഇത്രയും വലിയ കട തുടങ്ങിയിട്ട് ഒരു ബോർഡ് സ്ഥാപിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ എന്ന്. ആലോചിച്ച് നോക്കേ. ഇതൊരു കഥയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും. ആ പറയുന്നത് കേട്ടിട്ട് നമ്മളുടെ തീരുമാനങ്ങളിൽ നിന്ന് മാറ്റം വരുത്തിയാൽ, തീരുമാനത്തിൽ വ്യതിചലിച്ചാൽ നമുക്കുണ്ടാകുന്നത് വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും. ബാക്കി ഞാൻ വായിക്കാം. ഉപദേശങ്ങൾ എല്ലാവർക്കും അറിയാം. ഉപദേശങ്ങൾ മീൻസ് ഉപദേശിക്കാൻ എല്ലാവർക്കും അറിയാം എന്നാണ് കേട്ടോ. അറിവും അനുഭവവും ഉള്ളവർക്ക് മാത്രമേ യഥാർത്ഥ ഉപദേശകരാകാൻ കഴിയൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വഴിപോക്കരെയെല്ലാം വഴികാട്ടികളായി കാണരുത്. വഴിയെ പോകുന്നവരെല്ലാം നമ്മളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ നിർദ്ദേശങ്ങൾ നൽകാനോ സമ്മതിക്കരുത്. അഭിപ്രായങ്ങൾ മാത്രമായി മാറ്റി നിർത്തേണ്ടവയ്ക്ക് അമിത പ്രാധാന്യം നൽകിയാൽ അടിവേരിളകും. അഭിപ്രായം മാത്രമാണ്, അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ലെങ്കിൽ അത് മാറ്റി തന്നെ നിർത്തണം. എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടവയല്ല. മറ്റുള്ളവരുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. അവ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ? എൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള കഴിവോ കാര്യപ്രാപ്തിയോ അഭിപ്രായം പറയുന്നവർക്കുണ്ടോ? സമാന മേഖലയിൽ മികവ് തെളിയിച്ചവരാണോ അവർ? നിലവിലുള്ള അവസ്ഥയെ മെച്ചപ്പെടുത്താൻ ഈ നിർദ്ദേശങ്ങൾ ഉപകരിക്കുമോ? തൽസ്ഥിതി തുടരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തുടങ്ങിയ വിലയിരുത്തലുകൾ അനാരോഗ്യകരമായ ഇടപെടലുകളെ പ്രതിരോധിക്കും. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിലൊക്കെ ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയും. പക്ഷേ ജീവിതം നമ്മുടെയാണ്. നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കണം. ഇപ്പം ഡോക്ടർ അല്ലാത്ത ഒരാൾ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കുറിച്ച് ഈ മരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മളത് കഴിക്കാറുണ്ടോ എല്ലാവരും? ചിലർ വേണമെങ്കിൽ കഴിക്കും. ചിലരിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇന്ന മരുന്ന് നല്ലതാന്ന് പറഞ്ഞാൽ ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. പിന്നെ എന്തിനാണ് ഡോക്ടേഴ്സ് അവിടെ ഇരിക്കുന്നതല്ലേ? വെറുതെ വന്ന് ഉപദേശിക്കാൻ ആർക്കും കഴിയും. നിരൂപണങ്ങളും ചർച്ചകളും നടത്താനും എളുപ്പമാണ്. അടുത്തു കൂടുന്നവരുടെ എല്ലാം അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുത്താൽ സ്വയം നഷ്ടപ്പെടും. സ്വയം ഗവേഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും രൂപപ്പെടുത്തിയവയെ അപരിചിതരുടെ അജ്ഞതയ്ക്ക് മുന്നിൽ പണയം വയ്ക്കരുത്. അറിയുമെങ്കിൽ മാത്രം സംസാരിക്കുക, അറിയില്ലെങ്കിൽ നിശബ്ദരാകുക. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരുടെ അബദ്ധവചനങ്ങളാണ് പലരെയും വഴിതെറ്റിക്കുന്നതും പെരുവഴിയിലാക്കുന്നതും. വളരെ ശരിയായ കാര്യമാണ്. ചിലർക്കൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആരുടെ കാര്യത്തിലും ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെയുള്ള ചില വ്യക്തികളറിയാം. ചുമ്മാതെ എന്താ പറയുക, നമ്മളെന്ത് പറയുന്നോ അതിനെ, നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞാൽ അതിനെ അങ്ങ് വലുതാക്കിയിട്ട്
നമ്മളെ ഏറ്റവും വലിയ തീരുമാനത്തിൽ വരെ എത്തിച്ചു കളയും. അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, അങ്ങനെയൊക്കെ ചെയ്തേക്കാനൊക്കെ പറഞ്ഞോളൂ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വലുതായി വരുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ മാത്രമായിരിക്കണം. അതിൽ നമ്മൾ മറ്റാരോടും കൂടുതൽ ഉപദേശം എല്ലാവർക്കും പറയാം. ഈ ഉപദേശങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കാം, പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മൾ കേൾക്കുക. പക്ഷേ എന്നിട്ട് നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്. ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? നന്നായി ഇരുന്ന ഒരു കച്ചവട സ്ഥാപനം നശിച്ചു പോയത് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊണ്ടാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കേൾക്കാതിരിക്കുക എന്നൊരു വലിയ പാഠവും നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും മുഴുവനും കേട്ടല്ലോ അല്ലേ?